എന്തോ ഈ ജേക്കബ് അയ്യോ ആര് പറഞ്ഞു നീ ഇവിടെ നിക്കുവാ? അയ്യോ ഞാൻ പിഴിഞ്ഞ് കുടിച്ചോളാം. അമ്മക്ക് ഇതാ പ്രാക്ടീസ്. ആ മടിയിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങത്തില്ല. ഹലോ, മേലോടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. കുറച്ച് നെല്ലിക്കയാണേ, നമ്മുടെ അച്ചാർ പർപ്പസിന് വേണ്ടിയല്ല, വീട്ടിലേക്ക് കുറച്ച് നെല്ലിക്ക മേടിച്ചതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നെല്ലിക്ക ഇതുപോലെ ഉപ്പ് വെള്ളത്തിലിട്ട് നെല്ലിക്ക വെള്ളക്കിട്ടതെന്ന് പറയത്തില്ലേ, അങ്ങനെ ഉപ്പിലിട്ടതെന്ന് പറയാം, വെള്ളക്കിട്ടതെന്ന് പറയാം, അങ്ങനെ ചെയ്ത് വെക്കാറുണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ പലരും പറഞ്ഞിരുന്നു അതിന്റെ റെസിപ്പി ഒന്ന് കാണിക്കണേന്ന്. പ്രത്യേകിച്ചൊന്നുമില്ല, നെല്ലിക്ക നല്ലതുപോലെ കഴുകി ഒരു പാത്രത്തിൽ ഇട്ട് വെക്കണം. അതിന്റെ വെള്ളമായി നല്ലപോലെ പോയി ഉണങ്ങണം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു തുണി കൊണ്ട് തുടച്ചെടുത്താലും മതി. ഒട്ടും വെള്ളമയം പാടില്ല. അതിനുശേഷം ചില്ലുകുപ്പിയാണ് എടുത്തിരിക്കുന്നത്. അതും നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണങ്ങാമെങ്കിൽ ഏറ്റവും നല്ലത്. ഒട്ടും വെള്ളമയം പാടില്ല. അതിനുശേഷം ആ നെല്ലിക്ക കുപ്പിയിലൊക്കെ ഇട്ടിട്ടുണ്ട്. കല്ലുപ്പാണെങ്കിൽ കല്ലുപ്പ് ഇടാം. കുറച്ച് ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. കുറച്ച് കാന്താരി, ഒത്തിരി ഒന്നും ഇടുന്നില്ല കേട്ടോ, ഒരു 4-5 കാന്താരി അതിനകത്ത് ഇടുന്നുണ്ട്. ഇത് വെളുത്തുള്ളി കാന്താരിക്ക് വേണ്ടി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കാന്താരിയാണ്. ഇതൊരു വെളുത്തുള്ളി കാന്താരി ഇട്ടില്ല. വെളുത്തുള്ളി പൊളിച്ചു വെക്കും, അന്നേരം ആയിരിക്കും മീൻ തീരുന്നത്. ആ വെളുത്തുള്ളി എടുത്ത് മീനച്ചാറിടും. അത് കഴിയുമ്പം ബീഫ് തീരും, ബീഫ് അച്ചാറിടും. ഓരോ അച്ചാറുകൾ ഇട്ട് തീർക്കുന്നതാണ് വെളുത്തുള്ളി. ഇനി ഇടണം. വെളുത്തുള്ളി കാന്താരിക്ക് കുറെ ഓർഡറുകളുണ്ട്. കാന്താരി ഇത്തിരി ഒന്ന് നടുക്കൂടെ വരഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം തിളപ്പിച്ചാറിയ വെള്ളം, അതിൽ കുറച്ച് വിനാഗിരിയും ഒഴിച്ചിട്ടുണ്ട്, ഉപ്പും ഇട്ടിട്ടുണ്ട്. നല്ലതുപോലെ ആറിയ ശേഷമേ ഇതിനകത്തേക്ക് ഒഴിക്കാവൂ, ചൂടോടെ ഒഴിക്കരുത്. എന്നിട്ട് ഇതാ ഇതുപോലെ അങ്ങ് മാറ്റി വെച്ചാൽ മതി. പിറ്റേന്ന് തൊട്ട് നമുക്ക് നെല്ലിക്ക യൂസ് ചെയ്ത് തുടങ്ങാം. എത്രയൊക്കെ ചെയ്താലും അവസാനമൊക്കെ ആവാറാകുമ്പോൾ ചെറിയ പൂപ്പല് വരാറുണ്ട് കേട്ടോ. അത് എന്താണെന്ന് എനിക്കറിയില്ല. കാരണം ഈ കടകളിലൊക്കെ ഒരു പൂപ്പലും ഇല്ലാതെ എങ്ങനെ വെക്കുന്നു എന്നും അറിയില്ല. അതിനകത്ത് വേറെ എന്തൊക്കെയോ ചേർക്കുന്നുണ്ടെന്നാണ് പറയുന്നത്, എനിക്കറിയില്ല. അപ്പൊ ബാക്കിയുള്ളത് കുറച്ച് ഒരു 20 നെല്ലിക്കയോളം ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 നാരങ്ങ, ഇഞ്ചി, കറിവേപ്പില. അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് കാന്താരിയും കൂടെ ചേർക്കുന്നുണ്ട്. വെള്ളക്കാന്താരി അല്ല, അതിനകത്തെ ഈ നല്ല പച്ചക്കാന്താരി ഉണ്ടല്ലോ, കുഞ്ഞു കാന്താരി, അതാണ് തെരഞ്ഞു പിടിച്ച് ഇതിനകത്തേക്ക് ഇട്ടിരിക്കുന്നത്. ആ നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിച്ച് കാന്താരിയും ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ അരച്ചെടുത്ത് ഒന്നുകിൽ കുപ്പിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഐസ് ട്രേ ഉണ്ടല്ലോ, അതിനകത്തേക്ക് അരച്ച് വെച്ചത് വെച്ച് ഓരോ ഐസ് ക്യൂബ് ആക്കിയാണ് ഞാനൊരു പാത്രത്തിനകത്താക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. നെല്ലിക്ക ആയാലും കാന്താരി ആയാലും നമുക്ക് മാർക്കറ്റിൽ ഇപ്പം മേടിക്കാൻ കിട്ടുന്നതാണ് നെല്ലിക്ക കാന്താരി. പലരും മേടിച്ച് യൂസ് ചെയ്യുന്നതാണ്. അതിനകത്ത് പുതിനയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ കൊളസ്ട്രോളിന് ഇല്ലാതാക്കാൻ, ഷുഗർ കൺട്രോൾ ചെയ്യാൻ, വെയിറ്റ് ലോസിന്, സ്കിൻ ഗ്ലോ ആവാൻ, ഇതെല്ലാം ഇത് വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും നെല്ലിക്ക ഡെയിലി യൂസ് ചെയ്യുന്നത് ശരിയാണോ ശരീരത്തിന്? ഇതിപ്പോ ഒരു 20 നെല്ലിക്ക എടുത്തിട്ടുള്ളൂ, എനിക്ക് 37 ഐസ് ക്യൂബ്സ് കിട്ടി. ഒരു ഐസ് ക്യൂബാണ് ഒരു ദിവസം യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരു നെല്ലിക്ക പോലും ആവുന്നില്ല ഈ ഒരു ഐസ് ക്യൂബ് എന്ന് പറയുന്നത്. ഇതിനകത്തുനിന്ന് ഇളക്കിയെടുക്കലായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട്. ഫ്രീസറിൽ ഒരു 4-5 മണിക്കൂർ വെച്ചപ്പോഴത്തേക്ക് ഇത് സെറ്റായി. എന്നിട്ട് ഒരു സിപ്ലോ കവറിലോ പാത്രത്തിലോ ഇട്ട് വെക്കാം. ഡെയിലി രാവിലെ വെറും വയറ്റില് ഇളം ചൂടുവെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു ഐസ് ക്യൂബ് ഇട്ടിട്ട് നമുക്ക് കുടിക്കാം. നമ്മുടെ ബോഡിക്ക് ഏറ്റവും നല്ലതാണ്. ഇമ്മ്യൂണിറ്റി പവർ കൂടാനായാലും, മുടി വളരാനായാലും, സ്കിൻ ഗ്ലോ ആവാനായാലും, നമ്മുടെ ശരീരത്തിൽ അനാവശ്യ പാടുകൾ മാറാനായാലും ഒക്കെ നെല്ലിക്ക നല്ലതാണ്. അതുപോലെ ആന്റി ഏജിങ് ആണ്. എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഹെൽത്തിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. എനിക്ക് ഇത് വെറുതെ അങ്ങ് സാധാ വെള്ളത്തിൽ കുടിക്കുമ്പോൾ എനിക്ക് എന്തോ നെല്ലിക്ക കഫക്കെട്ട് പോലെ, ഈ ഒരു സംഭവം കഫക്കെട്ട് പോലെ തോന്നാറുണ്ട്. ഞാൻ തന്നെ ഈ നെല്ലിക്ക ജ്യൂസിന്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. കുറേ പേർക്ക് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടിയതാണ്. പക്ഷെ നെല്ലിക്ക മാത്രം ജ്യൂസ് ആക്കി ഫ്രിഡ്ജിൽ വെച്ച് വേണമെങ്കിൽ നമുക്ക് രാവിലെ വെറും വയറ്റിൽ കുടിക്കാം. അതും നല്ലതാണ്. പക്ഷെ എനിക്കത് പറ്റില്ല കേട്ടോ, എനിക്കൊരു കഫക്കെട്ട് പോലൊക്കെ തോന്നാറുണ്ട്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടിരുന്നു ഒരു ഡോക്ടറിന്റെ. അതില്
അദ്ദേഹം പറയുന്നത് ഡെയിലി ഒരു നെല്ലിക്ക കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷിക്കും അതുപോലെ സൗന്ദര്യം കൂടാനും സഹായിക്കുന്നതാണെന്ന്. അപ്പൊ നെല്ലിക്ക അങ്ങനെ കഴിക്കാൻ പറ്റുന്നവരൊക്കെ ദിവസവും ഓരോ നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് നെല്ലിക്ക നമ്മുടെ സ്കിൻ ഗ്ലോ ആവാന്, നമുക്ക് കളർ കൂട്ടാന്, മുടി സംരക്ഷിക്കാന്, ആന്റി ഓക്സിഡൻസ് ധാരാളമുണ്ട്. നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. മുടി കൊഴിച്ചിലിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്കിപ്പോ ഭയങ്കരമായിട്ട് മുടി കൊഴിയുന്നു. എന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഇനി വൈറ്റമിൻ ഡി വീണ്ടും കുറഞ്ഞിട്ടുണ്ടോ, തൈറോയിഡിന്റെ ഓൾറെഡി മെഡിസിൻ എടുക്കുന്നുണ്ട്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പം വന്ന് വന്ന് മാസത്തിൽ ഒരിക്കൽ പോലും തലയിൽ എണ്ണ തേക്കുന്നില്ല. അതാണ് എന്റെ അവസ്ഥ. എന്നും രാത്രി ചിന്തിക്കും, എത്രയൊക്കെ സമയം ഇല്ലേലും സമയം മാറ്റിവെച്ച് എന്റെ കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. ഡെയിലി മുടിയിൽ എണ്ണ തേക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും തേക്കണം. എന്തേലും ഹെയർ കെയർ ഒക്കെ ചെയ്യണം. ചില ദിവസം മനസ്സിൽ ചിന്തിക്കും, ഒരു ഹെയർ കെയർ ചലഞ്ച് തുടങ്ങിയാലോ, എന്നോടൊപ്പം നിങ്ങളും കാണും, അന്നേരം ഡെയിലി ഓരോ വീഡിയോ ഇടാം, ഓരോ ദിവസം എന്താണ് യൂസ് ചെയ്തതെന്നൊക്കെ ചിന്തിക്കും. പക്ഷെ എന്റെ കാര്യം എനിക്കറിയാം, ഞാൻ ഓരോ തീരുമാനം എടുക്കത്തേ ഉള്ളൂ. എന്താണ് എന്റെ വാക്കും പഴഞ്ചാക്കും, അങ്ങനെയൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനൊന്നും മെനക്കെടാത്തത്. അപ്പൊ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, വീട്ടിൽ നിന്ന് അമ്മയും ആങ്ങളെയും കുഞ്ഞുങ്ങളും ഷീബേച്ചി അതായത് നാത്തൂനും ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോ വെക്കേഷൻ കഴിഞ്ഞപ്പോ ഈ സമയത്തൊക്കെ അല്ലേ ഉള്ളൂ നമുക്ക് പെൺമക്കൾക്ക് അവരവരുടെ വീട്ടിൽ പോകാൻ ഏറ്റവും കൂടുതൽ കുറച്ച് ദിവസങ്ങൾ നിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ ഷീബേച്ചി കുഞ്ഞുങ്ങളെയും കൊണ്ട് തിരുവല്ലയിലോട്ട് പോവുകയാണ്. നേരത്തെ പോകേണ്ടതായിരുന്നു, പക്ഷേ മക്കളിൽ ഒരാളുടെ ജേക്ക് മോന്റെ കൈക്ക് ചെറിയൊരു ഫ്രാക്ചർ വന്ന് അവൻ കൈ കുത്തിയൊന്ന് വീണ് അങ്ങനെ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഇപ്പൊ അത് എടുത്തു കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് പോകാനായിട്ട് പോകുന്ന വഴി ഞാൻ പറഞ്ഞ, അമ്മ എനിക്കൊരു കാര്യം ചെയ്യ്, അവരെ കൊണ്ടാക്കിയിട്ട് ആങ്ങളെ ഇനി വരുമല്ലോ, അന്നേരം അമ്മയെ തിരിച്ചു കൊണ്ടുപോകും, കൊട്ടാരക്കര വഴിയാണല്ലോ പോന്നെ. അപ്പൊ പോകുമ്പം അമ്മ ഇവിടെ ആക്കിയേച്ച് വരുമ്പം അമ്മയെ വിളിച്ചുകൊണ്ട് പോകാൻ പറ്റുമല്ലോ. ആദ്യം അമ്മ വരുന്നില്ലെന്നൊക്കെ പറഞ്ഞു, കാരണം പഴയതുപോലെ അമ്മയ്ക്ക് യാത്ര ചെയ്യാൻ വയ്യ. ഇത് വിജീസ് കിച്ചൺ വരുന്നതിന് മുമ്പാണ് കേട്ടോ, വിജീസ് കിച്ചൺ വരുന്നതിന്റെ ഒരാഴ്ചത്തെ മുമ്പത്തെ വ്ളോഗാണ്. അപ്പം ആദ്യം അമ്മ വരുന്നില്ലെന്നൊക്കെ പറഞ്ഞു, പക്ഷെ അത് കഴിഞ്ഞപ്പോ തലേന്ന് വിളിച്ചു പറഞ്ഞു, ഓക്കെ മോനെ ഞാനിവിടെ വരുന്നു. രാവിലെ സാമ്പാറും ദോശയുമാണ്. സാമ്പാർ കുക്കറിനകത്തേക്ക് എല്ലാം മസാല ചേർത്ത് നേരത്തെ വെക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ അതിനുശേഷം മാവ് ഞാൻ കൂടുതൽ അരച്ചതാണ്. ഞാൻ പറഞ്ഞല്ലോ 3-4 ദിവസത്തേക്ക് അരച്ച് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കും. ആദ്യം ഇവിടെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നായിരുന്നു ചിന്തിച്ചിരുന്നത്. പക്ഷെ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നതുകൊണ്ട് എങ്കിൽ വേണ്ട, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ ഇറങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ധൃതിയിൽ എന്തെങ്കിലും ചെയ്താൽ നല്ല അബദ്ധങ്ങളും കാണിക്കും. സാമ്പാറിനകത്ത് പരിപ്പിടാൻ മറന്നുപോയി. പിന്നെ വേറെ ഒരു കുക്കറിൽ സാമ്പാറിന്റെ പരിപ്പിട്ടിട്ട് വേറെ പ്രത്യേകം വേവിച്ചെടുക്കാമെന്ന് വെച്ചു. ഞാൻ സാധാരണ നേരത്തെയൊക്കെ സാമ്പാർ വെക്കുമ്പോൾ കുക്കറിൽ എല്ലാം കൂടെ ഒരുമിച്ചിട്ട്, ഓൾറെഡി അല്ലാതെ വെക്കുവാണെങ്കിലും പരിപ്പ് ഒരുമിച്ചാണ് ഇടുന്നിട്ട്, ഇത് മറന്നുപോയത് കൊണ്ടാണ്. അല്ലാതെ ഈ തക്കാളിയും വെണ്ടയ്ക്കായും ഒക്കെ അതിനകത്തേക്ക് ഇട്ട് ഒരുമിച്ചായിരുന്നു വേവിച്ചെടുക്കുന്നത്. ഇപ്പൊ കുറെ നാളായിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇച്ചിരി വെളുത്തുള്ളി കൊച്ചുള്ളി മൂപ്പിച്ചിട്ട് നമ്മുടെ വെണ്ടയ്ക്കയും തക്കാളിയും ഇടും. ധൃതി കൂടിയ ഞാൻ ചെയ്യുന്നതൊക്കെ പൊട്ടത്തരങ്ങളായിപ്പോവും. എന്നെ പോലെ ആരൊക്കെയുണ്ട്, അതുപോലെ അടുത്ത ആരെങ്കിലും കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലും എനിക്ക് തെറ്റും. എനിക്ക് ഒറ്റയ്ക്ക് അടുക്കളയിൽ വേണം. അതൊക്കെ ഒരു ദുശീലങ്ങളാണ്. വെണ്ടയ്ക്ക ഇട്ട് ഇത്തിരി വഴണ്ടിട്ടാണ് സാധാരണ തക്കാളി ഇടുന്നത്. ഇന്ന് രണ്ടും കൂടി ഒരുമിച്ച് തട്ടിയിട്ടുണ്ട്. അപ്പം കുക്കറിൽ നമ്മൾ സാമ്പാറിന് ഒരു വിസില് ഫുൾ വരണ്ട. അപ്പോ ഇന്ന് ഇത്തിരി വിസിൽ ഫുള്ള് വന്നതുകൊണ്ട് ഞാൻ കുറച്ച് സ്റ്റീം അങ്ങ് കളഞ്ഞിട്ട് പെട്ടെന്ന് ഓപ്പൺ ചെയ്തു. അപ്പൊ കഷ്ണങ്ങൾ കണ്ടില്ലേ, ഒന്നുപോലും ഉടയാതെ പ്രത്യേകം പ്രത്യേകം കിടക്കും. ഇവിടെ അതാണ് ഇഷ്ടം. പക്ഷെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളിടത്ത് ബീജീസ് കിച്ചൺ, എന്റെ ചേച്ചിയൊക്കെ ആണെങ്കിൽ സാമ്പാർ മൊത്തത്തിൽ അങ്ങ് അടിച്ച് കലക്കി ഒരു കഷ്ണം പോലും അറിയാത്ത രീതിയിലായിരിക്കും. അപ്പൊ ഈ സമയം കൊണ്ട് പരിപ്പ് വെന്തു. സാമ്പാറിന്റെ ഗ്രേവിക്കകത്തൊന്ന് കുറച്ച് ചാറിങ്ങോട്ട് ഒഴിച്ചൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഒഴിച്ചതാണേ. പലർക്കും സാമ്പാർ പരിപ്പില്ലാതെ സാമ്പാർ വെക്കുന്നവരുണ്ട്. നിങ്ങളിൽ ആരൊക്കെ അങ്ങനെ ഉണ്ട് ഒന്ന് കമന്റ് ചെയ്യണേ. കാരണം ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവര് സാമ്പാർ പരിപ്പില്ലാതെ, എന്റെ ഫാമിലിയിൽ തന്നെ എനിക്കറിയാം 1-2 വീടുകളിൽ പരിപ്പില്ലാതെ സാമ്പാർ വെക്കുന്നുണ്ട്. പക്ഷെ കൊഴുപ്പ് കിട്ടുന്നത് പരിപ്പിടുമ്പോഴാണ് കേട്ടോ. പ്രോട്ടീനും ആണല്ലോ നമ്മുടെ സാമ്പാർ എന്ന് പറയുന്നത്, ഫുൾ മീലാണ്. പ്രോട്ടീനും മിനറൽസും
വൈറ്റമിൻസും എല്ലാം അടങ്ങിയിട്ടുള്ളതാണല്ലോ സാമ്പാർ. അപ്പൊ ഈ വെണ്ടയ്ക്കയും തക്കാളിയും ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിനകത്തേക്ക് ഇനിയാണ് നമുക്ക് മസാലകൾ കുറവാണെന്നുണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സ്റ്റേജാണിത്. മുളക് പൊടിയോ മല്ലിപ്പൊടിയോ സാമ്പാർ പൊടിയോ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ എക്സ്ട്രാ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം പുളിവെള്ളം കൂടി ഒഴിച്ച് തിളച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചൊന്ന് ഇളക്കി വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ തിളപ്പിക്കാം. നമ്മുടെ സാമ്പാർ റെഡി. ആ തക്കാളിയും വെണ്ടയ്ക്കയൊക്കെ വേവാതെ ഈ പരുവത്തിൽ കിടക്കുമ്പോൾ ആ സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. ഇപ്പൊ ഇന്ന് ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത്. ഓതന്റിക് റെസിപ്പി അങ്ങനെയാണ്. പക്ഷെ ഞാൻ ഈ എളുപ്പ പരിപാടി കാണിക്കാനാണ് കുക്കറിൽ എല്ലാം കൂടി ഇട്ട് മസാലയും എല്ലാം കൂടി ഇട്ട് അങ്ങനെ അങ്ങ് വെക്കുന്നതേ. ഇപ്പൊ നമ്മുടെ സാമ്പാർ പൊടി തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ധാരാളം പേര് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന സാമ്പാർ പൊടിയും ചിക്കൻ മസാലയും ഒക്കെ മേടിച്ചിട്ട് നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഒത്തിരി സന്തോഷം. അപ്പൊ ഇന്ന് എന്റെ കയ്യിൽ സാമ്പാർ പൊടി കുറവായിരുന്നു. അതുകൊണ്ടാണ് എക്സ്ട്രാ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്തത്. പുതിയ എല്ലാം പാക്ക് ചെയ്ത് കടയിൽ വെച്ചിരിക്കുവാണല്ലോ. അപ്പൊ പുതിയ ഒരു പാക്കറ്റ് എടുത്തുകൊണ്ട് വരണമെങ്കിൽ കട വരെ പോകണം. അതുകൊണ്ടുള്ള മടി കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോ ഇടയ്ക്ക് ദോശയും റെഡിയായി, സാമ്പാറും റെഡിയായി. ഞാന് തോരൻ വെക്കാനായിട്ട് പടവലങ്ങ തോരന് വേണ്ടി തലേന്നേ രാത്രി തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജില്. അപ്പോൾ എളുപ്പമാവും. ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തിട്ടില്ല, നമ്മുടെ അല്ലാതെ തന്നെ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇത്തിരി വലിപ്പത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, ഒത്തിരി പൊടിയായിട്ട് അരിഞ്ഞാലും അല്ലാതെ അരിഞ്ഞാലും ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച ശേഷം ആ സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ടോ കാണുന്നില്ല, മറന്നുപോയതാണോ പിന്നിട്ട് കാണോ. എന്തായാലും ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങ കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ആവി വരുമ്പോൾ മസാല തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടി നിങ്ങൾക്ക് ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം, വെളുത്തുള്ളി ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ മസാലയിൽ ഉപ്പും കൂടി നല്ലതുപോലെ ഞെരടി ആവി വരുമ്പോൾ അതിനകത്തേക്ക് ഇട്ട് തട്ടിപ്പൊത്തി അടച്ചു വെച്ച് നല്ലതായിട്ട് ആ മസാല വേവുന്ന മണം വരുമ്പോൾ നമുക്ക് ഇളക്കിയെടുക്കാം. പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ഈ പടവലങ്ങ തോരനൊക്കെ. എല്ലാ തോരനുകളും വളരെ എളുപ്പമാണ്. ഒന്ന് ആവി വന്നാൽ മതി. ഒരു തോരനുകൾക്കും ഞാൻ പ്രത്യേകിച്ച് വെള്ളം ചേർക്കാറില്ല കേട്ടോ. പ്രത്യേകിച്ച് പടവലങ്ങ എന്നൊക്കെ പറയുന്ന വെള്ളം ഇറങ്ങുന്ന സംഭവമാണ്. അതുകൊണ്ട് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കണ്ട ഒരു തോരനുകൾക്കും. ഈ ദിവസങ്ങളിൽ ധാരാളം പേര് എന്റെ പഴയ വീഡിയോസ്, അതായത് ഞങ്ങള് ബോംബെയിൽ നിന്ന് വന്നു കഴിഞ്ഞുള്ള ക്വാറന്റൈൻ ടൈമിലെ വീഡിയോകള്, ബോംബെയിലെ വീഡിയോകള് ഒക്കെ കാണുമ്പോൾ ഞാൻ വീണ്ടും അതൊക്കെ ആ വീഡിയോകൾ കാണാറുണ്ട് കേട്ടോ. കാരണം ഈ പുതിയതായിട്ട് കാണുന്നവരൊക്കെ അതിൽ കമന്റ് ഇടുന്നത് കൊണ്ട് എനിക്ക് മനസ്സിലാവും. ഞാൻ അന്നേരം അതിലെ കമന്റ് സെക്ഷൻ ഒക്കെ നോക്കും. എന്തോരം ആളുകളായിരുന്നു അന്ന് കമന്റ് ഇട്ടുകൊണ്ടിരുന്നതും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതും. ഇപ്പൊ അവരെ ഒന്നും കാണാനില്ല. അവർക്കൊന്നും വീഡിയോസ് കിട്ടാത്തതാണോ, അതോ ഇനിയും വീഡിയോ കണ്ടിട്ട് ഒരു കമന്റ് ഇടാത്തതാണോ? പക്ഷെ അതൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. പ്രത്യേകിച്ച് ഇന്നലെ എന്റെ ഒരു പഴയ ക്വാറന്റൈൻ വീഡിയോയ്ക്ക് ഒരു കമന്റ് വന്നിരുന്നു. അന്നേരം ആ വീഡിയോ മുഴുവൻ ഞാനും ഇരുന്ന് കണ്ടു. എനിക്കും അത് കണ്ടിട്ട് സങ്കടം തോന്നി. ആ കമന്റുകളൊക്കെ വായിച്ചപ്പോ ഞാൻ ചിന്തിച്ചു, ഇവരൊക്കെ ഇപ്പൊ എവിടെയാണ്, കാണാനില്ലല്ലോ. ഇത് എവിടാ വന്നേ? എവിടാ ഇത്? നശിപ്പിച്ച വീട്ടിലോ? നീ എന്തോ നശിപ്പിച്ചു ഇവിടെ? എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വന്നപ്പോ ഇവര് കുറച്ചുകൂടി കുഞ്ഞുങ്ങളായിരുന്നല്ലോ. എന്റെ ലാപ്ടോപ്പ് തറയെ വലിച്ചിടാൻ നോക്കി, മൗസ് തറയിൽ എടുത്തിട്ടു, ഊത്ത കളിച്ചെല്ലാം വാരി വലിച്ചിടുമായിരുന്നു. എനിക്ക് തോന്നുന്നു ചിലപ്പം വണ്ടിയിൽ ഇരുന്ന് പറഞ്ഞു കാണും, കഴിഞ്ഞ പ്രാവശ്യത്തെ കൂട്ടൊന്നും നശിപ്പിക്കരുത്, അത് ചെയ്യല് ഇത് ചെയ്യലെന്നൊക്കെ ഇരുന്ന് പറഞ്ഞു കാണും. ആ ഓർമ്മ വെച്ചായിരിക്കാം ഈ ഇവനിങ്ങനെ പറഞ്ഞതെന്നാ എനിക്ക് തോന്നുന്നത്. എന്തോ ഈ കേക്ക് അയ്യോ, ആര് പറഞ്ഞു? നീ ഇവിടെ നിൽക്കുവാ, നിങ്ങളെ ഇവിടെ ആക്കിയവാ, മേപ്പടെ പോകുന്നില്ല. വാ വാ വാ. എനിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് ആണോ? ഇയാണ്ട കുഞ്ഞു കൊണ്ടുവന്ന ഗിഫ്റ്റ് ആണ് എനിക്ക്. നാരങ്ങ അയ്യോ, ഞാൻ പിഴിഞ്ഞു കുടിച്ചോളാം. ഞാനെന്തോ മേപ്പടെ പോയിട്ട് നീ എന്ന് വരും? പോയിട്ടപ്പ ഞങ്ങള് ഈ ഒട്ടിനിറം കൺപോൾ വരും. ഇങ്ങോട്ട് ഇനി എന്ന് വരും? ഇവിടെ നിൽക്കാൻ എന്ന് വരും? ഇവിടെയോ? ആ, ഇവിടെ നിൽക്കുന്ന ഞങ്ങള് മേപ്പട പോലാകുമ്പോൾ ഇങ്ങോട്ട് വരും. മേപ്പടെ പോയിട്ട് ഒരു
ഒരു കാര്യം ചെയ്യണം. പേപ്പട പോയിട്ട് വരുമ്പോഴത്തേക്ക് ബോംബെയിലെ കൊച്ചുമ്മി ഇങ്ങി വരും. ഇങ്ങനെ കറക്കാൻ ബോംബെയിലെ കൊച്ചുമ്മി പോയി കഴിഞ്ഞിട്ട് കറക്കാൻ അമ്മയും മക്കളും എല്ലാരും കൂടെ കുറെ ദിവസം ഇവിടെ വന്ന് നിക്കണം കേട്ടോ. ഇത് ഭയങ്കര കറക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടോ? എന്തൊക്കെയാണോ പറയുന്നത്? ഉരുണ്ട് പോകും. അത് ഉരുണ്ടുരുണ്ട് പോകും. ഇത് ഭയങ്കര ലൈറ്റാ. കൊടു. നല്ല ഭംഗി ലൈറ്റ് ലൈറ്റ് ഒക്കെ ഉണ്ടോ? കൊല്ലാൻ നിനക്ക് വേണോ? എനിക്ക് എനിക്ക് തണുപ്പാ. അപ്പോൾ അമ്മയും ശിവച്ചിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലെന്ന്, ശിവച്ചി കഴിക്കുന്നില്ലെന്ന് ആവെന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധിച്ച് കഴിപ്പിച്ചിട്ടാ വിട്ടെ. കാരണം ഇത്രയും യാത്ര ചെയ്യേണ്ടതല്ലേ, തിരുവല്ല മേപ്ര വരെ പോകണം. ശിവച്ചി യാത്രയിൽ ഛർദ്ദിക്കും. അതിന് രാവിലെ വെറും വയറ്റിൽ ഗുളിക കഴിച്ചേച്ചൊക്കെ ഇറങ്ങിയത്. ഞാൻ പറഞ്ഞു സാരമില്ല, നമ്മൾ തന്നെ നമ്മുടെ വണ്ടിയാണല്ലോ, ഇടയ്ക്ക് നിർത്താൻ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് നിർബന്ധിച്ച് കഴിപ്പിച്ചാ വിട്ടെ. ഏതായാലും വീട്ടിൽ ചെല്ലുന്നത് വരെ കുഴപ്പമൊന്നുമില്ല, ഛർദ്ദിച്ചൊന്നുമില്ല, അങ്ങ് എത്തിയെന്ന് പറഞ്ഞു. വിജീസ് കിച്ചണും ഇതേ സ്വഭാവമാണ്. ഒത്തിരി യാത്ര ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓ, അമ്മയ്ക്ക് ഇതാ പ്രാക്ടീസ്. ആ മടിയിൽ നിന്ന് അത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങത്തില്ല. വീട്ടിൽ വരുമ്പോഴൊക്കെ അമ്മയെ കാണിച്ചില്ലല്ലോ, അമ്മയെ കാണിച്ചില്ലല്ലോ, എല്ലാവരും കംപ്ലൈൻ്റ് ആണ്. അമ്മയെ കണ്ടില്ല, അമ്മയെ കണ്ടില്ല. ഇതാണ് അമ്മ. അപ്പം അമ്മ വന്നുടനെ അടുക്കള പണിക്ക് കയറ്റിയെന്ന് പറയും. എനിക്കറിയായിരുന്നു കൊച്ചുങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറെ സമയം അവരുടെ കൂടെ പോകുന്നത് കൊണ്ട് ഉള്ളിയെല്ലാം ഞാൻ തലേന്നേ പൊളിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിരുന്നു, അരിയാനുള്ളതെല്ലാം അരിഞ്ഞു വെച്ചിരുന്നു. ഇത് നമ്മുടെ വാട്ടക്കപ്പ ലാസ്റ്റ് സെക്ഷനാണ്, ആരും ചോദിക്കല്ലേ, എൻ്റെ ഈ വാട്ടക്കപ്പ ഇല്ല. ആദ്യത്തെ സെക്ഷൻ 47 കിലോ എടുത്ത് 2 ദിവസം കൊണ്ട് തീർന്നു. അടുത്ത ഒരു 25 കിലോ ആണെന്ന് തോന്നുന്നു എടുത്ത് ഞാൻ ഇതുപോലൊരു വ്ളോഗിൽ പറഞ്ഞു, അത് 2 ദിവസം കൊണ്ട് തീർന്നു. ഇപ്പോഴും പലരും എൻ്റെ അടുത്ത് വാട്ടക്കപ്പ ചോദിക്കുന്നുണ്ട് കേട്ടോ, എൻ്റെ സ്റ്റോക്ക് ഇല്ല. അപ്പം വാട്ടക്കപ്പ ഇതുപോലെ കുറച്ച് വേവിച്ച് ഞാൻ ഇതെല്ലാം കൂടുതൽ ചെയ്തിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തോരനായാലും കറികളായാലും കപ്പയായാലും വീട്ടിൽ കൊടുത്തു വിടാൻ വേണ്ടി. അമ്മ ഇന്ന് തന്നെ പോകുമല്ലോ, അപ്പൊ അമ്മ എനിക്കറിയാം അമ്മ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം തീർത്തും കിടപ്പായിരിക്കും. ഈവൻ സൺഡേ ചർച്ചിൽ പോയിട്ട് വന്നാൽ പോലും ഒരു ദിവസം തീർത്തും കിടപ്പായിരിക്കും. അപ്പം കുറച്ച് കറികളും സാധനങ്ങളും ഒക്കെ കൊടുത്തു വിടാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇങ്ങനെ കൂടുതൽ ചെയ്തത്. കാരണം നമുക്ക് മക്കൾക്കല്ലേ അറിയത്തുള്ളൂ അമ്മമാരുടെ ഇത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന്. ആങ്ങളയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പയും ബീഫ് കറി. ഇത് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ച ഒരു സംഭവമാണ് കേട്ടോ. ഓൺലൈനിൽ കാർട്ടിൽ ഇട്ട് വെച്ചിരുന്നതാണ് പഴക്കൊട്ട. ഈ സാധാരണ മറ്റേ പഴക്കൊട്ട ഇല്ലേ, ആ ചുമന്ന കളറിൽ, അതിനകത്തായിരുന്നു ഞാൻ സാധാരണ ഇട്ട് വെക്കുന്നത്, പഴയ കാലത്തെ പഴക്കൊട്ട. അപ്പൊ ഇത് മേശപ്പുറത്ത് വെക്കാനായിട്ട് നല്ലൊരു ലുക്ക് തോന്നി. ശരിക്കും സാധനങ്ങൾ ഒതുക്കൊള്ളും കേട്ടോ. ഭയങ്കര, അതായത് ഉൾഭാഗം കൂടുതലാണ്, അതിന്റെ മുകള് വരെയും ഇട്ട് വെക്കാം. ഇത്തിരി ആ കണ്ണി അകലം ഇച്ചിരി കൂടുതൽ നമുക്ക് കാണുമ്പോൾ തോന്നുന്നെങ്കിലും അതിനകത്ത് ഒറ്റ കണ്ണീച്ച പോലും കയറിയിട്ടില്ല. അതിന് മുമ്പ് ആ പഴം മൊത്തവും കണ്ണീച്ചയായിരുന്നു. പക്ഷെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, ഒറ്റ കണ്ണീച്ച പോലും അകത്ത് കയറിയില്ല. എന്നാൽ ഇത്തിരി ഗ്യാപ്പ് നമുക്ക് തോന്നും, അകത്ത് പുറമെ നോക്കുമ്പോൾ ഗ്യാപ്പ്, അതിനകത്ത് ഈച്ച കയറുമെന്ന് തോന്നും. പക്ഷേ നല്ല സേഫ് ആണ്. ഞാൻ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് വേറെയും കുറച്ച് സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ട്, ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് ഇടാം. അപ്പോൾ ബീഫ് കറിക്ക് വേണ്ടി ബീഫ് മാരിനേറ്റ് ചെയ്ത് മുളക് പൊടി, ലേശം മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ലേശം വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടി ചേർത്ത് കുക്കറിലൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് സവാളയുള്ളിയും കൊച്ചുള്ളിയും ഒന്ന് വഴറ്റി എടുക്കുവാണേ. കൊച്ചുള്ളി മാത്രമാണെങ്കിൽ ഏറ്റവും ടേസ്റ്റ് ബീഫ് കറിക്ക്. അതിനുശേഷം ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം, ഗരം മസാല എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിനകത്തേക്ക് ഇട്ട് ഇളക്കി ആവശ്യത്തിന് വേവിച്ചെടുക്കാം. എന്റെ കുക്കറിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ബീഫിന്റെ വേവെന്ന് പറയുന്നത് കുക്കറിൽ ഡിപ്പെൻഡാണ്, അതുപോലെ ബീഫിലും ഡിപ്പെൻഡാണ്. അധികം മുറ്റാത്ത ബീഫാണെന്നുണ്ടെങ്കിൽ വിസില് കുറച്ച് മതി. ഞാൻ എപ്പോഴും എന്റെ കുക്കറിൽ എന്റെ വലിയ കുക്കറിലാണെങ്കിൽ ഞാൻ ബീഫ് അച്ചാറിനൊക്കെ ബീഫ് വേവിക്കുമ്പോൾ ഒറ്റ വിസിലും അതിനുശേഷം ഏറ്റവും സ്ലോയിൽ ഒരു 5 മിനിറ്റ് ഇട്ടേക്കും. 5 മിനിറ്റ് അല്ല, ഒരു 3 മിനിറ്റ് അത്രയാകുമ്പോഴത്തേക്ക് ബീഫ് വെന്തിരിക്കും. ചെറിയ കുക്കറിലാണെങ്കിൽ 2 or 3 വിസിൽ, അങ്ങനെ വിസിൽ വരുത്തി ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ
എരിയുള്ള മുളക് പൊടി ചേർത്ത് കുരുമുളകും ചേർത്താണ് വെച്ചിരിക്കുന്നത്. അധികം വെള്ളം ഇറങ്ങാത്ത ബീഫായിരുന്നു കേട്ടോ. ചില ബീഫാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെയാണ് ഇങ്ങനെ വേവിക്കാനായിട്ട് കുക്കറിൽ വെക്കുന്നത്. അപ്പം ചിലതൊക്കെ ആണെങ്കിലും കടൽ പോലെ എന്താണ് ഭയങ്കരമായിട്ട് വെള്ളം ഇറങ്ങും. ഇതിന് പക്ഷെ വലിയ വെള്ളം ഇറങ്ങിയില്ല. ഇത്തിരി നെയ്യ് കൂടി ഉൾപ്പെടെയാണ് കറിക്ക് എടുത്തിരിക്കുന്നത്. നമ്മൾ ബീഫ് അച്ചാറിന് വേണ്ടി എടുക്കുമ്പോൾ ഒരിച്ചിരി പോലും നെയ്യോ അതിന്റെ തൊലിയോ ഇല്ലാതെ സെപ്പറേറ്റ് റേറ്റ് കൊടുത്ത് അങ്ങനെയാണ് എടുക്കുന്നത്. കറിക്കെന്ന് പറയുമ്പോൾ ഒരിത്തിരി നെയ്യ് വേണം, അതാണ് ടേസ്റ്റ് എന്നാണ് പറയുന്നത്. എങ്കിലും ഓവറായിട്ടുള്ള നെയ്യൊന്നും ഞാൻ ഇടാറില്ല കേട്ടോ. അതിനകത്ത് കുറച്ച് നെയ്യ് കൂടുതലുണ്ടായിരുന്നു, ഞാനത് കളഞ്ഞു. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. അമ്മ പ്രത്യേകം അവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ട്, അധികം വെള്ളം ഒഴിക്കല്ലേ. പിന്നെ തേങ്ങയുടെ ദുർലഭം കൊണ്ടാണ് തേങ്ങാക്കൊത്തിടാഞ്ഞത്. ബീഫ് കറിക്ക് തേങ്ങാക്കൊത്തിടുന്നതിൽ പരം ടേസ്റ്റ് വേറെ ഒന്നിനുമില്ല. അപ്പൊ പരുവത്തിന് വേവിച്ചെടുക്കാം. അതിനുശേഷം ലാസ്റ്റില് നിങ്ങൾ ഇതുവരെ പല റെസിപ്പികൾ ഞാൻ കണ്ടിട്ടുണ്ട്, ബീഫിന് തേക്കാട് താളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അല്പം വെളിച്ചെണ്ണ കൂടുതൽ എടുത്ത് നല്ലതുപോലെ ഇത്തിരി കടുകും കൊച്ചുള്ളിയും കൂടി ഒന്ന് വഴറ്റി ഇട്ടിട്ട് ആ ബീഫ് കറി ഒന്ന് കൂട്ടി നോക്കിക്കേ, പിന്നെ ജീവിതത്തിൽ നിങ്ങൾ കടുക് താളിക്കാതെ ബീഫ് കറി വെക്കില്ല. ഇത് ഞാൻ പറഞ്ഞത് കൊണ്ട് പലരും എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഞങ്ങൾ കടുക് താളിച്ച് വെച്ച് നോക്കി എന്ത് ടേസ്റ്റ് ആണെന്ന്. അപ്പൊ ഇതിന് ശേഷമുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അമ്മയുമായിട്ട് കുറെ നേരം സംസാരിച്ചിരുന്നു, അതിനുശേഷം ഞങ്ങൾ റെസ്റ്റ് എടുത്തു. ഉച്ചയ്ക്ക് കഴിക്കുന്നത് ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസ് ആണല്ലോ. എപ്പോഴും ക്യാമറയും കൊണ്ടിരുന്നാല് പിന്നെ ഒരു ലൈഫ് ഇല്ലല്ലോ. അപ്പൊ ഏകദേശം ഒരു 5:30 ആയപ്പോ ആങ്ങള തിരിച്ചു വന്നു, അമ്മയവരെല്ലാരും തിരിച്ചു പോയി. അതിനുശേഷം രാത്രി കുറച്ച് പാക്കിംഗ് ഉണ്ടായിരുന്നു. ഞാനും ജോസനോടെ പാക്കിംഗ് കഴിഞ്ഞ ശേഷം കടയിലിരുന്ന് കുറച്ച് കൊച്ചു വർത്താനം പറഞ്ഞാണ് കേട്ടോ. പിന്നെ പിറ്റേന്ന് തന്നെ ഞങ്ങൾക്ക് ചർച്ചിൽ ഒരു എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു. വാളകത്ത് പ്രതീക്ഷ ഓഡിറ്റോറിയത്തിൽ, അവിടെ പോണമായിരുന്നു. അപ്പൊ അന്ന് തന്നെ പത്തനംതിട്ടയിൽ നിന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇസ്രായേലിന് കൊണ്ടുപോകാൻ സാധനം എടുക്കാനായിട്ട് വന്നായിരുന്നു. അമ്മയ്ക്ക് അവരെ അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്മ ഇവിടെ സിറ്റ് ഔട്ട് ഇരിക്കുമായിരുന്നു. ഞങ്ങൾ മുറ്റത്ത് നിന്നൊക്കെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ അമ്മ പറയായിരുന്നു, നല്ല കൊച്ചുങ്ങള്, ഈ വീഡിയോ അവർ കാണുന്നത് എനിക്കറിയില്ല, ഞാൻ അവരുടെ അടുത്ത് ഇത് പറഞ്ഞിട്ടും ഇല്ല കേട്ടോ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടും അമ്മ ഫോൺ ചെയ്തപ്പോ പറയായിരുന്നു, മക്കളെ ആ കുഞ്ഞുങ്ങൾ എന്ത് നല്ല കുഞ്ഞുങ്ങളൊരു ജാടയില്ല. ഞാൻ പറഞ്ഞ അമ്മ ഇവിടെ വരുന്ന എല്ലാവരും അങ്ങനെയാണ്. അമ്മ അങ്ങനെ പറയാൻ കാര്യം, അമ്മ പുറത്ത് അങ്ങനെ അധികം പോയിട്ടില്ല, പുറം ലോകത്തെ കുറിച്ച് അധികം അറിയില്ല. അപ്പം പൊതുവെ നാട്ടില് വിദേശത്തു നിന്നൊക്കെ പലരും വരുമ്പോ ഇത്തിരി ജാടയിട്ട് നമ്മുടെ അടുത്ത് നിൽക്കാറുണ്ട്. പക്ഷെ ദൈവകൃപയാൽ എന്റെ കയ്യിൽ നിന്ന് സാധനം മേടിക്കാൻ ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഗൾഫ് കൺട്രീസിൽ നിന്നായാലും അമേരിക്ക, UK, കാനഡ, ഓസ്ട്രേലിയ, ഇങ്ങനെ ജർമ്മനി, ഇറ്റലി, ഇവിടുന്നൊക്കെ പലയിടത്തു നിന്നും ആളുകൾ വരുന്നുണ്ടെങ്കിലും നമ്മുടെ അടുത്ത് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് സ്നേഹത്തോടെ ഇടപെടുന്നതെന്ന് അറിയാമോ. അപ്പൊ ഞങ്ങളും ഇവിടെ പറയാറുണ്ട്, എന്ത് സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാരാണ്, ഇനി ഇവരെയൊക്കെ വേണം, കണ്ടു വേണം നാട്ടിലെ മനുഷ്യർ പഠിക്കാനെന്ന്. അത് ഞാൻ പറഞ്ഞത് മറ്റൊരു അർത്ഥം കൊണ്ടല്ല, അർത്ഥം മനസ്സിലായവർക്ക് മനസ്സിലായി കാണും. ഞാൻ പറഞ്ഞില്ലേ, എവിടെ ചെന്നാലും ഞങ്ങളെ തിരിച്ചറിയുന്ന കുറച്ച് പേരെങ്കിലും കാണും. ഈ എൻഗേജ്മെന്റിന് ചെന്നപ്പോഴും ഞങ്ങളുടെ ടേബിളിന്റെ കൂടെ, അത് ഞങ്ങള് പെൺകുട്ടിയുടെ സൈഡിൽ നിന്നായിരുന്നെന്നുണ്ടെങ്കിൽ അവര് പയ്യന്റെ സൈഡിൽ നിന്നായിരുന്നു. കണ്ട ഉടനെ ഹെൽപ്പ് മീ ലോഡില് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളല്ലേ എന്ന് ചോദിച്ചു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നപ്പോ, അയ്യോ ഹെൽപ്പ് മീ ലോഡിലെ ബെൻസി അല്ലേ, ഞാൻ പറഞ്ഞു ആണ്. ഇതൊക്കെ ഒരു സന്തോഷം. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞങ്ങൾ അച്ചാർ ബിസിനസ് ഉണ്ട്, നാടൻ സാധനങ്ങളെല്ലാം സുരക്ഷിതമായ പാക്കിങ്ങിൽ വിദേശത്തോട്ടൊക്കെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പിന്നെ പാക്ക് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല, ഞങ്ങൾ ഇവിടുന്ന് പാക്ക് ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ നേരത്തെ വന്നെടുക്കുന്നവരാണെങ്കിൽ, ഇന്ത്യ മൊത്തം കൊറിയർ ചെയ്യുന്നുണ്ട്. വന്നെടുക്കുന്നവരാണെങ്കിൽ 2 ദിവസം മുമ്പേ സമയം പറയണേന്ന് പറയാം. കാരണം ഞങ്ങൾ ഇതുപോലെ എന്തെങ്കിലും പ്രോഗ്രാമുകൾക്ക് പോയാലോ പ്രയറുകൾക്ക് പോയാലോ വീട്ടിൽ കാണില്ലല്ലോ. അതുകൊണ്ട് 2 ദിവസം മുമ്പേ അവർ സമയവും ഇന്ന സമയത്ത് വരുമെന്നും പറയും. അപ്പൊ വരുന്നവരെല്ലാം പ്രത്യേകം ഞാൻ ജോസാനുള്ള സമയത്താണ് വരാൻ പറയുന്നത്. കാരണം വന്നവർക്കറിയാം, അവരിങ്ങോട്ട് അത് പറയാറുണ്ട്. വീഡിയോയില് നിങ്ങൾ കാണുമ്പോൾ ഞാനാണ് കൂടുതൽ സംസാരിക്കുന്നത്, ജോസാൻ വളരെ കുറവാണ്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ, പുറത്തു വെച്ച് കാണുമ്പോഴല്ല, വീട്ടിൽ സാധനം എടുക്കാൻ വരുന്നവരുടെ അടുത്ത് ജോസാനാണ് കൂടുതൽ സംസാരിക്കുന്നത്. എനിക്ക് സംസാരിക്കാൻ ഒന്നുമില്ല. ഇസ്രായേലിന് സാധനം എടുക്കാൻ വന്നവരും അത് പറയുമായിരുന്നു, ചേച്ചി കൂടുതൽ സംസാരിക്കുന്നുണ്ട് വീഡിയോയില്, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഞാനൊരു റിസർവ് ടൈപ്പാണ്, അധികം എനിക്ക് സംസാരിക്കാനില്ല. പക്ഷെ ജോസാൻ അതല്ല, ഭയങ്കരമായിട്ട് സംസാരിക്കും. നിങ്ങൾ ഓരോ കമന്റ് ഇടുമ്പോഴും അത് വായിക്കുമ്പോൾ എനിക്ക് കൂടുതൽ കൂടുതൽ വ്ളോഗുകൾ ഇടാൻ ഒരു പ്രചോദനമാണ് കേട്ടോ.
അപ്പം ഞാനും ചിന്തിക്കും, അയ്യോ ഇത്രയും പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഇത്രയും പേര് സമയം മാറ്റി വെച്ച് എനിക്ക് വേണ്ടി കമന്റ് ഇടുന്നുണ്ടല്ലോ എന്നൊക്കെ ഒരു ചിന്ത വരാറുണ്ട്. പഴയ ആരെങ്കിലും എന്റെ പഴയ കാലത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത ആരെങ്കിലും ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേരെ കേട്ടോ. ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങള്. വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് ഉടൻ വരാം. അപ്പൊ ബൈ, ഗോഡ് ബ്ലസ് യു.